ഹായ് ഗായ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6th സെം BSc കെമിസ്ട്രി എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7th ഏപ്രിലിനാണ് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി എക്സാംസ് വരുന്നത്. സോ ഫിസിക്കൽ കെമിസ്ട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് 6 മൊഡ്യൂൾസ് ആണുള്ളത്. സോ നമുക്ക് 6 മൊഡ്യൂൾസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തെ മൊഡ്യൂൾ വരുന്നത് ഇലക്ട്രോ കെമിസ്ട്രി 1 ആണ്. സോ നമുക്ക് ആദ്യത്തെ 2 മൊഡ്യൂൾ ഇലക്ട്രോ കെമിസ്ട്രി ആണ് ഡീൽ ചെയ്യുന്നത്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് നോക്കാം. സോ ഇതിൽ ആദ്യം നിങ്ങൾ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഓസ്വാൾഡ് ഡൈല്യൂഷൻ ലോ. സോ ഡൈല്യൂഷൻ ലോ വെച്ചിട്ട് നമുക്ക് ഡിസോസിയേഷനും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു കൺസെപ്റ്റാണ് ഡൈല്യൂഷൻ ലോ, ഓസ്വാൾഡ് ഡൈല്യൂഷൻ ലോ. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഇക്വേഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഡിബേ-ഹെക്ക്-ലോൺസാഗർ ഇക്വേഷൻ ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റി കൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഓൺസാക്കർ ലോ. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിൻ്റെ സെക്ഷനിലും 2 മാർക്കിൻ്റെ സെക്ഷനിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടുവരാറുണ്ട്. സോ അടുത്തൊരു കൺസെപ്റ്റ് ഡിബേ ഫ്രാക്കൻഹാഗനും വീൻ എഫക്റ്റ്. ഇതും തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുണ്ട്. ക്ലിയർ ആണല്ലോ. സോ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കൺസെപ്റ്റുകളാണ് ഇതൊക്കെ. സോ 2 മാർക്കിലായാലും എസ് സെക്ഷനിലായാലും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലായാലും ഇതൊക്കെ കാണാറുണ്ട്. സോ നോക്കണേ. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മൈഗ്രേഷൻ ഓഫ് അയണും ട്രാൻസ്പോർട്ട് നമ്പറും അത് ഡിറ്റർമൈൻ ചെയ്യാനുള്ള മെത്തേഡും ഉണ്ടല്ലോ. ഇത് സെക്ഷനിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ട്രാൻസ്പോർട്ട് നമ്പർ ഡിറ്റർമൈൻ ചെയ്യാനുള്ള മെത്തേഡ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. പിന്നെയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടറും സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് സ്പാരിംഗ്ലി സോല്യൂബിൾ സോൾട്ട്. ഇതെങ്ങനെയാണ് അതും ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഇക്വേഷൻസ് കൺസെപ്റ്റ് ഒക്കെ അതിൻ്റെ കാര്യങ്ങൾ അത് നമുക്ക് 2 മാർക്കിൻ്റെ സെക്ഷനിലും 5 മാർക്കിൻ്റെ സെക്ഷനിലും റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. സോ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൽ ഒക്കെ നോക്കുവാണെങ്കിൽ പ്രോബ്ലംസ് വളരെ കുറവാണ്, പക്ഷേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് വെച്ചാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അധികം വന്നിട്ടില്ല. പക്ഷേ നിങ്ങളുടെ 2 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ 5 മാർക്കിൻ്റെ സെക്ഷനിലൊന്നും പ്രോബ്ലംസ് ഇതുവരെ കണ്ടിട്ടില്ല. സോ നിങ്ങൾ ആ ലെവലിൽ 2 മാർക്കിൻ്റെ സെക്ഷൻ വരെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതി. 5 മാർക്കിൻ്റെയിലും സെക്ഷനിലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാറില്ല. ഓക്കെ. സോ ഇനി ഈ ചാപ്റ്ററിൽ ഇലക്ട്രോ കെമിസ്ട്രി ഫസ്റ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു സബ്സെക്ഷനാണ് കണ്ടക്ടോമെട്രി ടൈട്രേഷൻ. അതിൽ തന്നെ നമുക്ക് കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ് വീക്ക് ബേസ് ആൻഡ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്, അങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ട്. സോ ഈ എല്ലാ കോമ്പിനേഷൻസിലും ഓരോ എക്സാംസിൽ വെച്ചിട്ട്, അതായത് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷൻ ആണെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ ഏത് സ്ട്രോങ് ആസിഡ് ഏത് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ സമയത്ത് ഉണ്ടാവുന്ന കർവ് ഉണ്ടല്ലോ, നമ്മളുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. സോ ആ ഗ്രാഫിൻ്റെ ഓരോന്നിനും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വ്യത്യാസമുണ്ട്. സോ അവിടെ എൻഡ് പോയിൻ്റ് എവിടെയാണ് വരുന്നത്, അതുപോലെ ഗ്രാഫിൻ്റെ നേച്ചർ, അതൊക്കെ നമുക്ക് ഈ കൺസെപ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഓരോ ഗ്രാഫിൻ്റെ നേച്ചറും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ ഓരോ കണ്ടക്ടോമെട്രി ടൈട്രേഷനും വേറെ വേറെ രീതിയിലുണ്ട്. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 5 മാർക്കിൻ്റെ സെക്ഷനിൽ ലാസ്റ്റ് ഇയേഴ്സിൽ വന്നിട്ടുണ്ട്. സോ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ടോപ്പിക്സ് വരാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കണം. സോ അടുത്ത നോക്കാം. അടുത്ത മൊഡ്യൂളും തന്നെ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രി 2 ആണ്. സോ ഇലക്ട്രോ കെമിസ്ട്രി 2ൽ അതിൻ്റെ കുറച്ചും കൂടി നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ അതുപോലെ തെർമോഡൈനാമിക് കൺസെപ്റ്റ് ഒക്കെയാണ് കുറേ കൂടി ഡീൽ ചെയ്യുന്നത്. സോ അതിൽ നിങ്ങൾ നേൺസ്റ്റ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നേൺസ്റ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഇയറിൽ കണ്ടിട്ടുണ്ട് ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ റിലേഷനിലേക്ക് നമ്മളുടെ എത്തുന്നത് എങ്ങനെയാണ്, അതായത് നേൺസ്റ്റ് ഇക്വേഷൻ്റെ ആ ഫൈനൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് നമ്മളുടെ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് അതിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് 2 മാർക്കിൻ്റെ സെക്ഷനിലും 5 മാർക്കിൻ്റെ സെക്ഷനിലും നേൺസ്റ്റ് ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡെറിവേഷൻ തെർമോഡൈനാമിക് റിലേഷൻസ് ഉണ്ടല്ലോ, ഡെൽറ്റ ജി, ഡെൽറ്റ എസ്, ഡെൽറ്റ എച്ച് റിലേഷൻസ് നമ്മളുടെ നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിൻ്റെ ഡെറിവേഷൻ അതും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ആ ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും വന്നിട്ടുണ്ട്, അതും നോട്ട് ചെയ്ത് വെക്കണം.
പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കോൺസെൻട്രേഷൻ സെൽ. അതിൽ തന്നെ 2 രീതിയിലുണ്ട് കോൺസെൻട്രേഷൻ സെൽ. വിത്ത് ആൻഡ് വിത്തൗട്ട് ട്രാൻസ്ഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. ഇതൊക്കെ തന്നെ നിങ്ങളോട് 5 മാർക്ക് സെക്ഷനിലാണ് മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാനുള്ള ചാൻസ്. സോ ആ രീതിയിൽ ഇപ്പോൾ എന്താണ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് രീതിയിൽ ആ ഒരു 5 മാർക്കിൻ്റെ സെക്ഷനിൽ ചോദിക്കുക പറഞ്ഞാൽ അത്യാവശ്യം രീതിയിൽ ഇലാബറേറ്റ് ചെയ്തിട്ട് തന്നെ ആ തിയറി അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് എഴുതേണ്ടതുണ്ട്. അതുപോലെ കോൺസെൻട്രേഷൻസ് എല്ലാം ചോദിക്കുകയാണെങ്കിൽ രണ്ടും എഴുതണം. അതായത് വിത്ത് ട്രാൻസ്ഫറൻസും വിത്തൗട്ട് ട്രാൻസ്ഫറൻസും വിത്ത് അതിൻ്റെ പ്രൂഫ് ഇക്വേഷൻ വഴി തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിരിക്കണം. ഓക്കെ. പിന്നെ ഉള്ളത് നമ്മളുടെ ഇ എം എഫിൻ്റെ ആപ്ലിക്കേഷനാണ്. അതായത് നമ്മളുടെ നേൺസ്റ്റ് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് EMF മെഷർമെൻ്റ് ഉണ്ടല്ലോ. സോ EMF മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സബ് സെക്ഷനിൽ പറയുന്നത്. അതിൽ തന്നെ നമുക്ക് സോലുബിലിറ്റി ഓഫ് സ്പാരിംഗ്ലി സോലുബിൾ സാൾട്ടിൻ്റെ കണ്ടുപിടിക്കാമല്ലോ. അതുപോലെ pHും നമുക്ക് നേൺസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് വെച്ചിട്ട് നമുക്ക് pHും കാൽക്കുലേറ്റ് ചെയ്യാം. സോ അതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. പിന്നെയുള്ളതാണ് pH മെഷർമെൻറ്റ് യൂസിങ് ഗ്ലാസ് ഇലക്ട്രോഡ്. ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നേൺസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മളവിടെ യൂസ് ആക്കുന്നത്. ഓക്കെ. പിന്നെ വരുന്ന ഒരു മെയിൻ സബ് ടോപ്പിക്കാണ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ. അത് എന്താണ്, അതായത് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷനും നമ്മുടെ നോർമൽ ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ടൈട്രേഷനും എങ്ങനെ റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അവിടെ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. സോ ഇത് പ്രീവിയസ് ഇയറിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷനും നോർമൽ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റർ ബേസിലാണല്ലോ നമ്മൾ ചെയ്യുക. സോ നോർമലി നമ്മൾ രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ബെറ്റർ, അല്ലെങ്കിൽ വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷനിൽ ഏതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. നോർമലി നമ്മുടെ ഇൻഡിക്കേറ്റർ മെത്തേഡ് അവിടെ വാലിഡ് അല്ല. പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ ആണ് അല്ലെങ്കിൽ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ ആണ് അവിടെ യൂസ് ആവുക. അതിന് കാരണം എന്താണെന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ ആ ഒരു എന്തുകൊണ്ടാണ് അവിടെ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ മോർ വാലിഡ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇനിയും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ. പിന്നെ ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലും ഇലക്ട്രോ കെമിക്കൽ തിയറി ഫോർ കൊറോഷൻ ഓഫ് മെറ്റൽസ്. ഈ ലാസ്റ്റ് പറഞ്ഞ ഇലക്ട്രോ കെമിക്കൽ തിയറി ഫോർ കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്നുള്ളത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എസ് എ ക്വസ്റ്റ്യനും തന്നെ നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ നോക്കുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ല നിങ്ങളുടെ എസ് എ 10 മാർക്കിന് ചോദിക്കുക. ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നിട്ട് അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം. അതായത് ABC എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ട് അതിൽ 3 ക്വസ്റ്റ്യനും ആൻസർ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ രീതിയിൽ ഒരു സെക്ഷനായിട്ട് എസ് എ ക്വസ്റ്റ്യനിൽ ഒരു സെക്ഷനായിട്ട് ഈ ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് കൊറോഷൻ ഓഫ് മെറ്റൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി 1 and 2 എന്നുള്ള 2 മൊഡ്യൂളിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഇനി നമുക്ക് തേർഡ് മൊഡ്യൂൾ നോക്കാം. അതായത് സൊല്യൂഷൻസ് ആണ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ തന്നെ അതിൽ നമുക്ക് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉണ്ട്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. സോ ഇത്രയും അതായത് ഇത്രയും കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഡെറിവേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഡെൽറ്റ ടി ബി ഡെൽറ്റ ടി എഫ് എന്നുള്ളതിൻ്റെ ആ ഒരു ഡെറിവേഷൻസ് ഉണ്ടല്ലോ. ആ ഡെറിവേഷൻസ് എസ് എ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ, അതായത് നമ്മളുടെ ഡെറിവേഷൻസ് എസ് എ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻസ് ഉണ്ട്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഫൈനൽ ഇക്വേഷൻ, അതായത് മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫൈനൽ എക്സ്പ്രഷൻ ഉണ്ടല്ലോ. സോ ആ ഫൈനൽ എക്സ്പ്രഷൻ എസ് എ ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. പിന്നെയുള്ള ഒരു സബ്സെക്ഷൻ ആയിട്ടുള്ളത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. റിവേഴ്സ് ഓസ്മോസിസ് പ്രീവിയസ് ഇയറിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതൊരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഓസ്മോസിസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് റിവേഴ്സ് ഓസ്മോസിസ് നമ്മൾ പറയുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്, ക്വസ്റ്റ്യൻ വരാറുള്ള സെഷനാണ്. പിന്നെയുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. അത് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഡെറിവേഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ വാൻ ഹോഫ് ഫാക്ടർ ആണ്. അതായത് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എപ്പോഴും നമ്മളുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സൊല്യൂഷൻ്റെ. സോ അവിടെ തന്നെ നമ്മളുടെ അയണിക് കോമ്പൗണ്ട്സിൽ നമ്മളുടെ
സൊല്യൂഷനിലേക്ക് വരുമ്പോൾ ആ കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഇപ്പോൾ NaCl ആണെങ്കിൽ Na+ഉം Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. സോ അവിടെ ഉണ്ടാവുന്ന ബേസിക്കലി അവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേഞ്ച് ആവുകയാണ്. അതായത് നമ്മളൊരു മോളിക്യൂളാണ് എടുക്കുന്നത്. NaCl എന്നുള്ളൊരു മോളിക്യൂൾ എടുത്തിട്ട് സൊല്യൂഷനിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ Na+ ആൻഡ് Cl- ആയിട്ടുള്ള 2 അയോൺസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ബേസിക്കലി അവിടെ എന്താണ്, നമുക്ക് നമ്പർ ഓഫ് അയോൺസ് ഇൻ സൊല്യൂഷൻ ചേഞ്ച് ആവുകയാണ്, അതായത് ഇൻക്രീസ് ആവുകയാണ്. സോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സൊല്യൂഷൻ്റെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വാൻ ഹോഫ് ഫാക്ടർ. സോ വാൻ ഹോഫ് ഫാക്ടറും കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും തമ്മിലുള്ള റിലേഷൻസ് ചോദിക്കാറുണ്ട്. അതായത് അബ്നോർമൽ മോളിക്കുലർ മാസ് ചില സൊല്യൂഷൻസ് കാണിക്കും. സോ അതെന്താണെന്ന് രീതിയിൽ ചോദിക്കാറുണ്ട്. ഇത് വാൻ ഹോഫ് ഫാക്ടർ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെയുള്ള നമ്മുടെ സൊല്യൂഷൻ്റെ കേസിൽ സർഫസ് ടെൻഷൻ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അതുപോലെ വിസ്കോസിറ്റി, സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ്, അതുപോലത്തെ എങ്ങനെയാണ് വിത്ത് കണ്ടീഷൻസ് സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും ചേഞ്ച് ആവുന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2 മാർക്കിൻ്റെ സെക്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയുള്ളത് വിസ്കോസിറ്റി മെഷർമെൻ്റ് ആണ്. ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ മാസ് ബൈ വിസ്കോസിറ്റി മെഷർമെൻറ്റ്. അത് നമ്മൾ ലാബിലും ചെയ്യുന്ന, പ്രാക്ടിക്കൽസിൽ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. അതുപോലെ മോളാർ റിഫ്രാക്ഷൻ, ഒപ്റ്റിക്കൽ എക്സലേഷൻസ്, ഇതൊക്കെ സൊല്യൂഷൻ്റെ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അടുത്ത ചാപ്റ്റർ നോക്കാം നമുക്ക്. അടുത്ത മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അയണിക് ഇക്വിലിബ്രിയം ആണ്. അയണിക് ഇക്വിലിബ്രിയത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബഫറാണ്, ബഫർ സൊല്യൂഷൻ. സോ ബഫർ സൊല്യൂഷൻ തന്നെ എന്താണ് ബഫർ സൊല്യൂഷൻ, അതുപോലെ ടൈപ്പ് ഓഫ് ബഫർ സൊല്യൂഷൻ, അതുപോലെ ബഫർ ആക്ഷൻ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു രീതിയിലും ഒഴിവാക്കാൻ പാടില്ലാത്ത കൺസെപ്റ്റാണ് ബഫർ. ഞാൻ ഇത് സ്റ്റാർ ഇട്ട് വയ്ക്കുകയാണ്. അത് ബഫർ, ഈ ഒരു അയോണിക് ഇക്വിലിബ്രിയം ചാപ്റ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബഫറിൽ നിന്നേ ചോദിക്കുകയുള്ളൂ. സോ ബഫർ എന്താണ് ബഫർ എന്നുള്ളതും, അതുപോലെ എങ്ങനെയാണ് ബഫർ ആക്ഷൻ വരുന്നതെന്നും അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും. കോമൺ അയൺ എഫക്റ്റ് ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. സോ കോമൺ അയൺ എഫക്റ്റും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഫ്രീക്വൻ്റ് ആയിട്ട് 2 മാർക്ക് സെക്ഷനിലും 5 മാർക്ക് സെക്ഷനിലും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോമൺ അയൺ എഫക്റ്റ്. സോ നിങ്ങൾ ബഫർ ചോദിക്കുകയാണെങ്കിൽ ബഫർ ആക്ഷൻ എപ്പോഴും കോമൺ അയൺ എഫക്റ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് പറയേണ്ടത്. സോ ബഫർ എന്നുള്ള രീതിയിൽ 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൻ്റെ എന്താണ് ബഫർ, എത്ര ടൈപ്പ് ബഫർ ഉണ്ട്, ബഫർ ആക്ഷനും പറയണം. സോ ബഫർ ആക്ഷൻ പറയുമ്പോൾ നിങ്ങൾ എന്തായാലും കോമൺ അയൺ എഫക്റ്റ് സ്റ്റേറ്റ് ചെയ്യണം. അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്താലേ നിങ്ങൾ 5 മാർക്ക് ക്വസ്റ്റ്യനിൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ ബഫർ ആക്ഷൻ, ബഫർ സൊല്യൂഷൻ, ബഫറിൻ്റെ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള കോമൺ അയൺ എഫക്റ്റ്, ഇത്രയും പറഞ്ഞാലേ ബഫർ എന്നുള്ളതിൽ 5 മാർക്ക് സെക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ അതിൽ വരുന്നത് ബഫർ സൊല്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹെൻഡേഴ്സ് നെസൽബാക്ക് ഇക്വേഷൻ ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് ബേസിക് ബഫറിൻ്റെ കേസിലും ആസിഡിക് ബഫറിൻ്റെ കേസിലും എങ്ങനെയാണ് ഇക്വേഷൻ മാറുന്നത്, പികെയും pHും POHും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഇക്വേഷനായിട്ട് അതിൻ്റെ ഡെറിവേഷൻസ് ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്, അതായത് അതിൻ്റെ സോൾട്ട് ഹൈഡ്രോളിസിസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. ഓർത്ത് വയ്ക്കണം. കാൽക്കുലേഷൻസും അതുപോലെ പ്രോബ്ലംസ് അത് റിലേറ്റ് ചെയ്ത് വരാൻ pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതും POH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ് KW റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേഷൻസ് ഉണ്ടല്ലോ, PK, അതുപോലെ pH കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട്, POH കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ഉണ്ട്. അതുപോലെ ബഫറിൻ്റെ കേസിലും pHും POHും കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ PK റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒക്കെ 2 മാർക്കിൻ്റെ സെക്ഷനിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അതായത് ഇവിടെയൊക്കെ അധികം ന്യൂമറിക്കൽ പ്രോബ്ലം 2 മാർക്കിൻ്റെ സെക്ഷനിലാണ് കണ്ടുവരുന്നത്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് ഇക്വേഷൻ അറിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ വരാറുള്ളൂ. സിമ്പിളാണ്, ഒഴിവാക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമ്മുടെ മൊഡ്യൂൾ നോക്കാം. അടുത്ത മൊഡ്യൂൾ, നമ്മളെ ലാസ്റ്റ് 2 മൊഡ്യൂൾ എന്താണ്, നമ്മളുടെ സോളിഡ് സ്റ്റേറ്റിൻ്റെ മൊഡ്യൂളാണ്. സോളിഡ് സ്റ്റേറ്റ് 1ഉം സോളിഡ് സ്റ്റേറ്റ് 2. അതിൽ തന്നെ സോളിഡ് സ്റ്റേറ്റ് 1 ആണ് കുറച്ചും കൂടി ബിഗർ ആയിട്ടുള്ള ചാപ്റ്റർ. സോളിഡ് സ്റ്റേറ്റ് 2 കുറച്ചും കൂടി ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള കുറച്ച് കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നിങ്ങൾക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മില്ലർ ഇൻഡിസിസ്. എന്താണ് മില്ലർ ഇൻഡിസിസ് എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ മില്ലർ ഇൻഡിസിസ്, ഇപ്പോൾ നമ്മളൊരു പ്ലെയിൻ തന്നിട്ട് അല്ലെങ്കിൽ ഒരു ആക്സിസ്, നമ്മളെ പ്ലെയിൻ ആക്സിസിനെ ഈ രീതിയിലൊക്കെ കട്ട് ആവുന്നു, അതിൻ്റെ മില്ലർ ഇൻഡിസിസ് എത്രയാണെന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രീതിയിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാറുണ്ട്.
അത് ഓർത്തു വെക്കണം. അതുപോലെ നമ്മളുടെ 7 ക്രിസ്റ്റൽ ലാറ്റിസും 7 ക്രിസ്റ്റൽ സിസ്റ്റവും 14 ബ്രവീസ് ലാറ്റിസിനെ കുറിച്ചിട്ടും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എക്സ്റേ ഡിഫ്രാക്ഷൻ ഇവിടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതോ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ബ്രാഗ്സ് ലോ ഉണ്ട്. ബ്രാഗ്സ് ലോൻ്റെ ഡെറിവേഷൻ അത് നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു എൻ ലാംഡ സിക്കൽ 2D സൈൻ തീറ്റ ഇല്ല. സോ ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഡെറൈവ് ചെയ്തിട്ട് എത്തണം. സോ ആ ഒരു ഡെറിവേഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ 5 മാർക്കിൻ്റെയിലും എസ് എ സെക്ഷനിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ആ ഒരു ഡെറിവേഷൻ മസ്റ്റായിട്ട് പഠിക്കണം. അതുപോലെ പിന്നെ ഉള്ളത് നമ്മുടെ എക്സ്റേ ഡിഫ്രാക്ഷനും പൗഡർ പാറ്റേൺ ഓഫ് NaCl ആൻഡ് സീഷ്യം ക്ലോറൈഡ് ആൻഡ് KCl ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളത് അതായത് പിന്നെ വരുന്നത് നമ്മുടെ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിലെ FCC BCC അറേഞ്ച്മെൻറ്റിലുള്ള ആ ഒരു സിസ്റ്റത്തിൽ നമ്മളുടെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, എഡ്ജ് ലെങ്ത്തും ഡയഗണലും ആറും തമ്മിലൊക്കെയുള്ള റിലേഷൻസ്, ആ റിലേഷൻസ് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഡെൻസിറ്റി കാൽക്കുലേഷൻ, അതുപോലെ ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് റേഷ്യോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു അതിൻ്റെ ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പാക്കിംഗ് ഫ്രാക്ഷൻ. അതായത് നമ്മുടെ ക്രിസ്റ്റൽ സിസ്റ്റത്തിലുള്ള പാക്കിംഗ് ഫ്രാക്ഷൻസ്, അത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഉണ്ടാവും, അതുപോലെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഈ ക്യൂബിക് ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും എന്നുള്ള രീതിയിൽ അത് ചോദിക്കാറുണ്ട്. ഇത് 5 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ക്ലോസ് പാക്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, 5 മാർക്കിൻ്റെതും എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്. എസ്സേയിൽ ഒരു സെക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സെക്ഷൻ അല്ലെങ്കിൽ 2 സെക്ഷൻ ആയിട്ടാണ് എസ്സേ ചോദിക്കാറ്. സോ ആ സെക്ഷനിൽ നമ്മുടെ ക്യൂബിക് ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ രീതിയിൽ ചോദിക്കാറുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. സോ ഈ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഓൾറെഡി ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 ലൈവായിട്ട് നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ടോപ്പിക്സിൻ്റെ ലൈവ് സെക്ഷൻസ് നമ്മുടെ ചാനൽ തന്നെ അവൈലബിൾ ആണ്. അതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ആ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അടുത്ത മൊഡ്യൂൾ നോക്കാം നമുക്ക്. അടുത്ത മൊഡ്യൂളും സോളിഡ് സ്റ്റേറ്റ് തന്നെയാണ്, സോളിഡ് സ്റ്റേറ്റ് 2. അതിൽ കുറച്ചും കൂടി തിയറി അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ഓഫ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് മീൻസ് ടോപ്പിക്സ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബാൻഡ് തിയറി ഓഫ് മെറ്റൽ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. അതായത് മെറ്റലിലും സെമി കണ്ടക്ടേഴ്സിലും ഇൻസുലേറ്റേഴ്സിലും ഉള്ള ബാൻഡിൻ്റെ അറേഞ്ച്മെൻറ്റ് അതെങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളോട് ചോദിക്കാറുണ്ട് 5 മാർക്കിൻ്റെ സെക്ഷനിൽ. മസ്റ്റായിട്ട് അത് ഓർത്ത് വയ്ക്കണം. അത് നിങ്ങൾക്കൊരു വലിയൊരു ഭയങ്കരമായിട്ടുള്ള തിയറി ഒന്നും അതിൽ വരുന്നില്ല. എങ്ങനെയായിരിക്കും അതിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും അത് തമ്മിലുള്ള ഗ്യാപ്പും ഒക്കെയാണ് ചോദിക്കുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്സെക്ഷനാണ് ഇവിടുത്തെ ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും സെമി കണ്ടക്ടേഴ്സിൻ്റെ കാര്യം. സോ അതെങ്ങനെയാണ്, എന്താണ് അവിടെ ഇൻട്രിൻസിക് ആവാൻ കാരണം, എക്സ്ട്രിൻസിക് ആവാൻ കാരണം, ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റും ഡോപ്പിങ്ങിൻ്റെ എഫക്റ്റും, N ടൈപ്പും P ടൈപ്പും, ഇതൊക്കെയാണ് അതിൽ പോയിന്റ്സ് വരുന്നത്. സോ അതും 5 മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ചാപ്റ്ററിൽ വരുന്ന ഒരു സബ്സെക്ഷനാണ് സോഷ്യോമെട്രിക് ഡിഫക്റ്റ്. സോ ഡിഫക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ഗേറ്റ് ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഡിഫക്റ്റ്, അതുപോലെ ഫ്രങ്കൽ ഡിഫക്റ്റും ഷോർട്ട് ഗേറ്റ് ഡിഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഏതിലാണ് ഡെൻസിറ്റി ചേഞ്ച് വരുന്നത്, അതുപോലെ ഏതിലാണ് ഡെൻസിറ്റി ചേഞ്ച് വരാത്തത് എന്നുള്ള രീതിയിലുള്ള കമ്പാരിസൺ, ഈ ഡിഫക്റ്റുകൾ തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാറുണ്ട്. അതുപോലെ ലിക്വിഡ് ക്രിസ്റ്റൽ, അത് നമ്മുടെ ഒരു ആപ്ലിക്കേഷനായിട്ട്, സോളിഡ് സ്റ്റേറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് ചോദിക്കാറുണ്ട്. അതും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഞാനിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാം തന്നെ 5 മാർക്കിൽ വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? സോ നമ്മളിപ്പോൾ ഈ ലൈവിൽ ഫിസിക്കൽ കെമിസ്ട്രിയുടെ 6 മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തു. 6 മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഫ്രീക്വൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകളാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ സ്റ്റഡീസിൽ എന്തായാലും ഇത് ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങളുടെ സ്റ്റഡീസിൽ അതുപോലെ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാക്സിമം സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ടോപ്പിക്സുകൾ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങളുടെ എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ, നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.